വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് വായ്പയായി സ്വീകരിക്കാൻ സർക്കാരിന്റെ തീരുമാനം. വായ്പയായി ഫണ്ട് സ്വീകരിക്കില്ല എന്ന മുൻ നിലപാടിൽ മാറ്റം വരുത്താൻ മന്ത്രിസഭയാണ് തീരുമാനമെടുത്തത്. പദ്ധതിയുടെ നടത്തിപ്പുകാരായ അദാനി പോർട്സിന് പണം നൽകേണ്ട സമയമായതുകൊണ്ടാണ് നിലപാടിൽ മാറ്റം വരുത്തിയത് എന്നാണ് സർക്കാർ നൽകുന്ന വിശദീകരണം. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് വേണ്ടിയുള്ള വയബിലിറ്റി ഗ്യാപ് ഫണ്ടായ 817.80 കോടി രൂപ സ്വീകരിക്കാൻ തീരുമാനിച്ചത്. കേന്ദ്രം നേരത്തെ നിർദ്ദേശിച്ചതുപോലെ തന്നെ വായ്പയായി VGF കൈപ്പറ്റാനാണ് തീരുമാനം. നമ്മൾ 817.80 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് VGF തരേണ്ടത്. നമ്മളത് ഇപ്പോൾ നിലവിൽ VGF വാങ്ങാൻ തന്നെ തീരുമാനിച്ചു. ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾക്ക് വിധേയമായി ഇപ്പോൾ വാങ്ങേണ്ടി വരും. ഗ്രാൻഡായി ലഭിക്കേണ്ട VGF വായ്പയായി അനുവദിക്കുന്നതിൽ സംസ്ഥാനം നേരത്തെ പ്രതിഷേധം അറിയിച്ചിരുന്നു. 5554 കോടി രൂപ ചെലവിട്ട് രാജ്യത്തിനാകെ പ്രയോജനപ്പെടുന്ന തുറമുഖം നിർമ്മിച്ച സംസ്ഥാനത്തോട് വിവേചനം കാട്ടുന്നതിൽ പ്രതിഷേധിച്ച് പ്രധാനമന്ത്രിക്ക് കത്തും അയച്ചിരുന്നു. ഈ നിലപാടിൽ നിന്ന് മാറിയാണ് വായ്പയായി VGF സ്വീകരിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വെച്ച് ഇതിൻ്റെ പേരിൽ തർക്കമായിട്ട് നിൽക്കാതെ ഇപ്പോൾ VGF നമ്മൾ വാങ്ങിയെടുക്കുകയും ഒപ്പം നമുക്ക് ഈ കാര്യം സംബന്ധിച്ച് വീണ്ടും കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധപ്പെടുത്താനുള്ള കാര്യങ്ങൾ പെടുത്തിയും മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇപ്പോൾ VGF അവർക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നതുകൊണ്ട് നമ്മളത് ഇപ്പോൾ നിലവിൽ VGF വാങ്ങാൻ തന്നെ തീരുമാനിച്ചു. പൊതു സ്വകാര്യ പങ്കാളിത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതികളെ പ്രോത്സാഹിപ്പിക്കാനാണ് 2005 മുതൽ കേന്ദ്ര സർക്കാർ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് അനുവദിക്കുന്നത്. എന്നാൽ ഇതാദ്യമായാണ് VGF വായ്പയായി നൽകുന്നത്. 24 തിരുവനന്തപുരം.